ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 23. പ്രാർത്ഥനയിൽ ഓർക്കുക. എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്തു എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. ബ്രിട്ടീഷ് പൗരന്മാർക്ക് നൽകുന്ന വാർഷിക സർവീസ് അവാർഡ് ആയ മോണ്ടി മണി ഹോണറിയുടെ 2021 ജേതാവായി മാൽക്കം ക്ലൗട്ടിനെ തിരഞ്ഞെടുത്തു. എലിസബത്ത് രാജ്ഞിയാണ് അവാർഡ് നൽകിയത്. അംഗീകാരം ലഭിക്കുമ്പോൾ 100 വയസ്സുള്ള ക്ലൗട്ട് തൻ്റെ ജീവിതകാലത്ത് 1000 ബൈബിളുകൾ വിതരണം ചെയ്തതിനായി ആദരിക്കപ്പെട്ടത്. ബൈബിൾ ലഭിച്ച എല്ലാവരുടെയും റെക്കോർഡ് ക്ലൗട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അവർക്കായി പതിവായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുതിയ നിയമത്തിലെ പൗലോസിൻ്റെ രചനകളിലുടനീളം നാം കാണുന്ന തരത്തിലുള്ള സ്നേഹത്തിൻ്റെ ശക്തമായ ഉദാഹരണമാണ് ക്ലൗട്ടിൻ്റെ പ്രാർത്ഥനയിലുള്ള വിശ്വസ്തത. തൻ്റെ കത്തുകളുടെ സ്വീകർത്താക്കൾക്കു വേണ്ടി താൻ പതിവായി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പൗലോസ് പലപ്പോഴും ഉറപ്പു നൽകിയിരുന്നു. തൻ്റെ സുഹൃത്തായ ഫിലൈമോന് അദ്ദേഹം എഴുതി, എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്തു എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിമോത്തിയോസിന് എഴുതിയ കത്തിൽ പൗലോസ് എഴുതി, തിമോത്തിയോസിന് എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിക്കുന്നു. റോമിലെ സഭയോട് ഇടവിടാതെ എപ്പോഴും പ്രാർത്ഥനയിൽ താൻ അവരെ ഓർക്കുന്നുവെന്ന് പൗലോസ് ഊന്നിപ്പറഞ്ഞു. മാൽക്കമിനെ പോലെ പ്രാർത്ഥിക്കാൻ 1000 ആളുകളില്ലെങ്കിലും നമുക്കറിയാവുന്നവർക്ക് വേണ്ടിയുള്ള മനഃപൂർവമായ പ്രാർത്ഥന ശക്തിയുള്ളതാണ്. കാരണം ദൈവം നമ്മുടെ പ്രാർത്ഥനകളോട് പ്രതികരിക്കുന്നു. ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവൻ്റെ ആത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു ലളിതമായ പ്രാർത്ഥനാ കലണ്ടർ ഉപയോഗപ്രദമായ ഒരു ഉപകരണമാണെന്ന് ഞാൻ കണ്ടെത്തി. പ്രതിദിന അല്ലെങ്കിൽ പ്രതിവാര കലണ്ടറായി പേരുകൾ വിഭജിക്കുന്നത് പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കുവാൻ എന്നെ സഹായിക്കുന്നു. പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ ഓർക്കുന്നത് സ്നേഹത്തിൻ്റെ എത്ര മനോഹരമായ പ്രകടനമാണ്. ചിന്തിക്കുക, പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കാൻ നിങ്ങളെ സഹായിച്ചതെന്താണ്? നിങ്ങൾക്കായുള്ള ഒരാളുടെ പ്രാർത്ഥനയാൽ നിങ്ങൾ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടത്? ദൈവത്തിന് മഹത്വം.